Hi, good evening. It's me, Sabin Joseph from ILT. OIT കെയറിൻ്റെ പുതിയ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ OIT കെയറിൽ ഒരുപാട് മെസ്സേജുകൾ കിട്ടുന്നു. അതിനൊക്കെ മാക്സിമം മറുപടി തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചില ആൾക്കാർക്കൊക്കെ മറുപടി കിട്ടുന്നില്ലായിരിക്കണം, ബിക്കോസ് ഒരുപാട് മെസ്സേജുകൾ ഉള്ളത് കൊണ്ടാണ്. ബട്ട് മാക്സിമം എല്ലാം ചെയ്തു വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ, ഈ ആഴ്ച ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും അധികമുള്ള ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് സിൻസും ഫോറും അതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എന്തിനെ സംബന്ധിച്ചാണ്? സിൻസും ഫോറും. അത് എവിടെ യൂസ് ചെയ്യണം, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോൾ ഈ സിൻസും ഫോറും നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമേ ഇല്ല കേട്ടോ. അപ്പോൾ ആ രണ്ട് വേർഡിൻ്റെ മീനിങ് ഒന്ന് മനസ്സിൽ മലയാളത്തിൽ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് പിന്നെ തെറ്റിപ്പോകത്തില്ല. രണ്ട് കുഞ്ഞു വേർഡല്ല ഉള്ളൂ. ആ വാക്കുകളെ ഏറ്റവും ആദ്യമേ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കുക. ആദ്യമേ നമ്മൾ വളരെ സാവധാനത്തിൽ ഇത്തിരി പേഷ്യൻസോടുകൂടി ആ വാക്കിനെ മാത്രം ഒന്ന് മനസ്സിലാക്കുക. എന്താണ് സിൻസ്? സിൻസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇനി ഫോർ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ ഏത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ നമ്മളൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്? ഒരു കുഞ്ഞ് നിസ്സാരമായൊരു കാര്യമുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് പോലെ ഒരിത്തിരി പേഷ്യൻസോടുകൂടി, ഒരിത്തിരി ക്ഷമയോടുകൂടി, വളരെ സാവധാനത്തിൽ ആ രണ്ട് കുഞ്ഞു വേർഡുകളെ മനസ്സിലാക്കുക. പിന്നെ നമുക്കത് തെറ്റ് വരത്തില്ല. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ കേട്ടോ. നമ്മൾ അത്തരത്തിൽ സെൻറ്റൻസുകൾ മനഃപൂർവ്വം നമ്മൾ മനസ്സിൽ ആലോചിച്ച് അത് പറഞ്ഞുകൂടെ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും അധികം ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളിലൊന്ന് ഈ സിൻസിൻ്റെയും ഫോറിൻ്റെയുമാണ്. അതുകൊണ്ടാണ് അത് ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. വേറെയും ഉണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്കതിലേക്കൊന്ന് വരാം. ഈ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോൾ തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഒരു ഈവൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസിൽ അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഈ ഹാസ്, ഹാവ്, പാസ്റ്റ് പാർട്ടിസിപ്പിളിന് ശേഷമോ, മുമ്പ് ഉപയോഗിക്കാം, അതവിടെ നിൽക്കട്ടെ, ശേഷമോ അല്ലെ ഹാസ് ബീൻ, ഹാവ് ബീൻ, വെർബ് ഐഎൻജിക്ക് ശേഷമോ ഒക്കെ നമ്മൾ സിൻസ് ഉപയോഗിക്കുമ്പോൾ ആ സിൻസ് അത് ആ സെൻറ്റൻസിൽ ചെയ്യുന്ന അതിൻ്റെ ഒരു വർക്ക് അല്ല അതിൻ്റെ ഒരു ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരു ആക്ഷൻ, നമ്മൾ ആ സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ അത് എന്ന് തുടങ്ങി എന്ന് പറയാൻ വേണ്ടി, അതിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എങ്ങനെയാണ്? സിൻസ് ഒരു ആക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? സിൻസ് ഒരു ആക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിങ്, അതിൻ്റെ തുടക്കം എപ്പോഴാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അത് എന്ന് തുടങ്ങി, എന്ന് മുതൽ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ എന്ന് തൊട്ട്, എന്ന് മുതൽ, എന്ന് തുടങ്ങി, അങ്ങനെയൊക്കെ ആ സെൻറ്റൻസിൻ്റെ ആ സെൻറ്റൻസിൽ സിൻസിൻ്റെ മീനിങ് കേട്ടോ. എന്ന് തുടങ്ങി, എന്ന് മുതൽ എന്നൊക്കെയാണ് സിൻസിൻ്റെ മീനിങ്. മനസ്സിലായോ? സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് തുടങ്ങിയാണ്, എന്ന് മുതലാണ് എന്ന് നമ്മൾ പറയത്തില്ലേ? ഇപ്പോൾ 2000 മുതൽ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ, അല്ലെങ്കിൽ ഞാൻ കോളേജിലായിരുന്ന കാലഘട്ടം മുതൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്ന് തുടങ്ങിയിട്ടാണ് അതുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ മുതൽ അല്ലേ?
അല്ലെങ്കിൽ നമ്മൾ പറയുവാണ് തിങ്കളാഴ്ച, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ, ഇന്നിപ്പോൾ തിങ്കളാഴ്ച മുതൽ ഭയങ്കര മഴയാണ്. അപ്പോൾ എന്ന് തുടങ്ങിയാണെന്ന് പറയുവാണ്, ഒരു ആക്ടിവിറ്റി എന്ന് തുടങ്ങിയാണെന്ന് പറയുവാണ്, തിങ്കളാഴ്ച മുതലാണ്. അങ്ങനെയൊക്കെ പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? എന്ന് തുടങ്ങി, എപ്പോൾ മുതൽ, ഇത്ര ഓർത്താൽ മതി. സ്റ്റാർട്ടിങ്, എന്തിൻ്റെയെങ്കിലും ഒരു സ്റ്റാർട്ടിങ്, ഒരു ഡിസീസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തിൻ്റെയെങ്കിലും സ്റ്റാർട്ടിങ്, അതെന്താന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ്, അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ ഡിസീസാണെങ്കിൽ ഹാബിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം, അതിൻ്റെ തുടക്കം, അതിൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ സിൻസ് സ്റ്റാർട്ടിങ്, രണ്ട് ബസ്സിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. സിൻസ് സ്റ്റാർട്ടിങ്, സിൻസ് സ്റ്റാർട്ടിങ്, സ്റ്റാർട്ടിങ് സിൻസ്, സിൻസ് സ്റ്റാർട്ടിങ്, അത്രേ ഉള്ളൂ കേട്ടോ. സോ അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സിൻസിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ കേട്ടോ. ദ പേഷ്യൻ്റ് ഹാസ് ബീൻ ഓൺ മെഡിക്കേഷൻ സിൻസ് ലാസ്റ്റ് മന്ത്. കണ്ടോ? ദ പേഷ്യൻ്റ് ഹാസ് ബീൻ ഓൺ മെഡിക്കേഷൻ സിൻസ് ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം മുതൽ മെഡിക്കേഷനിലാണ്. കണ്ടോ? അപ്പോൾ എന്ന് തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നാണ്? കഴിഞ്ഞ മാസമാണ് കേട്ടോ. ഓക്കെ, ഇനി കണ്ടോ, അവിടെ ആ മെഡിക്കേഷൻ എടുക്കാൻ തുടങ്ങിയത്, അതിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴാണെന്ന് പറയുന്നത്, തുടങ്ങിയത് അതിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴാണ്? ലാസ്റ്റ് മന്താണ്. വേറെ എക്സാമ്പിൾ കൂടെ പറയാം. ദ പേഷ്യൻ്റ് ഹാസ് ബീൻ വെയിറ്റിംഗ് സിൻസ് മോർണിംഗ്. ദ പേഷ്യൻ്റ് ഹാസ് ബീൻ വെയിറ്റിംഗ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ, എപ്പോഴാണ് വെയിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി തുടങ്ങിയത്? എപ്പോഴാണ്? രാവിലെയാണ്. രാവിലെ മുതലാണ് വെയിറ്റിംഗ്, ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. കണ്ടോ? അപ്പോൾ എന്ന് തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. അടുത്തൊരു എക്സാമ്പിൾ. ഹി ഹാസ് ബീൻ എ സ്മോക്കർ സിൻസ് 2000. ഹി ഹാസ് ബീൻ എ സ്മോക്കർ സിൻസ് 2000. എന്ന് തുടങ്ങിയാണ് സ്മോക്കർ ആയിട്ടുള്ളത്? 2000 തുടങ്ങിയാണ് അദ്ദേഹം സ്മോക്കർ ആയിട്ടുള്ളത്. സ്മോക്കർ ആയത് എന്നാണ് ഇതിൻ്റെ തുടക്കം? സ്റ്റാർട്ടിങ് എന്നാണ്? 2000-ലാണ്. സിൻസ് 2000 എന്ന് പറയും അല്ലേ? ഇതാണ് സിൻസ്. ഇത്രേ ഉള്ളൂ നമുക്ക് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻറ്റൻസിൽ അതെങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സിൻസ് ഒരു സെൻറ്റൻസിൽ അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ധർമ്മം, അത് നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സെൻറ്റൻസിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അത്? നമ്മൾ ആ സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്ന ഏത് വെർബാണോ, ഏത് ആക്ടിവിറ്റിയാണോ, ആ ആക്ഷൻ അതെന്ന് തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. നമുക്കിനി അടുത്ത വേർഡാണ് ഫോർ അല്ലേ? ഇപ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ടല്ലേ? സിൻസും ഫോറും മാറി ഉപയോഗിക്കാറുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഇതോടെ നമുക്കതിനെ പരിഹരിച്ചേക്കാം. സോ ഫോർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എത്ര നാളത്തേക്ക്, എത്ര കാലഘട്ടത്തേക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള സെൻറ്റൻസുകളിൽ ഒരു ആക്ടിവിറ്റിയുടെ ഒരു ടൈം പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് എത്ര കാലം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഫോർ ഉപയോഗിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഫോർ ഉപയോഗിക്കുന്നത്? അത് എത്ര കാലം ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, ഡിസീസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹാബിറ്റോ, അത് എത്ര കാലത്തേക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എത്ര നാളത്തേക്കുണ്ടായിരുന്നു, എത്ര കാലത്തേക്കുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു ഹാബിറ്റായിരിക്കും. 4-5 years, 5 വർഷത്തേക്ക്. അപ്പോൾ നമ്മൾ അതുപോലെ കുറേ കാര്യങ്ങൾ, കുറേ സെൻറ്റൻസുകൾ ഇപ്പം മലയാളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അതിനെ 1,
ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു നോക്കണം. ഇപ്പം 4 വർഷമായിട്ട് അല്ലെ 4 വർഷത്തേക്ക് ഫോർ ഇയേഴ്സ്, 4 ദിവസമായിട്ട് ഫോർ ഡേയ്സ്, 4 മാസമായിട്ട് ഫോർ മന്ത്സ്. അങ്ങനെ നമ്മൾ കുറേ സെൻറ്റൻസുകളെ ഇങ്ങനെ നമുക്ക് കേൾക്കാവുന്ന അത്രയും ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു തന്നെ നോക്കണം. അങ്ങനെ നമുക്കങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടോ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടോ പരിചയമുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ ആ സെൻറ്റൻസ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഐഡിയ നമുക്ക് പുറത്ത് കൺവേ ചെയ്യേണ്ട വരുമ്പോൾ, നമുക്ക് പറഞ്ഞ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വരുമ്പോൾ നമുക്ക് തനിയെ വന്നോളും, നമുക്ക് അവിടെ തെറ്റ് വരത്തില്ല. അപ്പോൾ ഈ പലപ്പോഴും നമുക്ക് ഈ പഠനത്തിൽ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിൻസ് എന്താ ഫോർ എന്താണെന്ന് നമ്മൾ മീനിങ് മനസ്സിലാക്കും, അല്ലെ നമ്മളത് കേൾക്കുന്നത് ഒരു കാര്യം എന്താണ്, ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കും, പക്ഷെ നമ്മളത് ഉപയോഗിച്ച് നോക്കത്തില്ല. എക്സാമിൻ്റെ ടൈമിൽ എക്സാമിനേഷൻ്റെ സമയത്ത് അല്ലെ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മളത് എഴുതുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മളത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമുക്ക് അത് തെറ്റ് പറ്റുന്നത്. ബിക്കോസ് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിചയമില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു തെറ്റ് അവിടെ സംഭവിക്കുന്നത്. അതേസമയം ഇതുപോലെ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ അത് പഠിക്കുന്ന സമയത്ത് തെറ്റ് വരുത്തിക്കോളൂ, നോ പ്രോബ്ലം. അതിന് കറക്ഷൻ എടുക്കുക. ആരോടെങ്കിലും നമുക്കറിയാവുന്നവരോടോ, അല്ലെങ്കിൽ ഇപ്പം OET കെയറിലാണെങ്കിൽ OET കെയറിൽ ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ കറക്ഷൻ കിട്ടി നമ്മളതങ്ങ് ശരിയാകും, നമുക്ക് പിന്നെ അത് തെറ്റാകത്തില്ല കേട്ടോ. അപ്പോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈം, എത്ര കാലത്തേക്ക് അല്ലെങ്കിൽ എത്ര നാളായിട്ട് ഒരു കാര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോർ 20 days, 20 ദിവസമായിട്ട്. ഫോർ എ മന്ത്, 1 മാസമായിട്ട്. ഫോർ എ ഇയർ, 1 വർഷമായിട്ട്. ഫോർ 10 years, 10 വർഷമായിട്ട്. സോ ഇതുപോലെയാണ് നമ്മൾ ഫോർ ഉപയോഗിക്കപ്പെടുന്നത് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ എത്ര നാളത്തേക്ക് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം സിൻസ് സ്റ്റാർട്ടിങ്, ഫോർ പീരീഡ് ഓഫ് ടൈം കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, സോ ദ പേഷ്യൻ്റ് ഹാസ് ബീൻ ഓൺ മെഡിക്കേഷൻ ഫോർ 6 weeks. The patient has been on medication for 6 weeks. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? The patient has been on medication since ലാസ്റ്റ് മന്ത് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? സിൻസ് ലാസ്റ്റ് മന്ത്. ഇപ്പം നമ്മൾ പറയുവാണ് the patient has been on medication for 6 weeks. എത്ര നാളായിട്ടാണ് മെഡിക്കേഷനിലുള്ളത്? അല്ലെ മെഡിക്കേഷനിലായിട്ട് എത്ര നാളായി? 6 ആഴ്ചയായിട്ട് മെഡിക്കേഷനിലാണ് അല്ലേ? 6 weeks ആയിട്ട് മെഡിക്കേഷനിലാണ് അല്ലേ? സോ അതാണ് എത്ര കാലഘട്ടം അല്ലെങ്കിൽ എത്ര നാളായിട്ടുണ്ട്, അതാണ് ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതെത്ര ചെറുത് വേണമെങ്കിലും ആകാം, എത്ര വലുത് വേണമെങ്കിലും ആകാം. ഇപ്പം നമ്മൾ പറയുവാണ് എന്തെങ്കിലും ഒരു സംഗതി നമുക്ക് ഫീൽ ചെയ്യും, ഫോർ എ സെക്കൻഡ്, ഒരു സെക്കൻഡ് സമയത്തേക്ക് എനിക്ക് അങ്ങനെ ഉണ്ടായുള്ളൂ, ഒരു പ്രിക്ക്, ഒരു കുത്തുന്ന പോലത്തെ ഒരു വേദന ഫോർ എ സെക്കൻഡ്, അല്ലെങ്കിൽ 4 to 3 seconds, 2-3 സെക്കൻഡ് അങ്ങനെ എന്തോ ഒരു പ്രിക്ക്, ഒരു കുത്തുന്ന പോലത്തെ ഒരു വേദന ഉണ്ടായി അല്ലേ? സോ ഉണ്ടോ? അപ്പോൾ ഒരു കുഞ്ഞ് ടൈം തൊട്ടിട്ട് എത്ര വലിയ സമയം വേണമെങ്കിലും പറയാം, ഫോർ 1000 years അല്ലേ? അത്രയും വലിയ സമയം പറയാൻ പറ്റും. ഫോർ 100 years, ഫോർ 10 years, ഫോർ 6 months, ഫോർ 3 days. അങ്ങനെ എത്ര ചെറിയ പീരീഡ് ഓഫ് ടൈമും എത്ര വലിയ പീരീഡ് ഓഫ് ടൈമും നമുക്ക് ഈ ഫോർ കൊണ്ട് കാണിക്കാൻ പറ്റും. അതിന് പകരം സിൻസ് ഉപയോഗിക്കില്ല. സിൻസ് നമുക്ക് മിക്കവാറും ഉള്ള ആൾക്കാർ തെറ്റിപ്പോകുന്ന അങ്ങനെയാണ്. ഇപ്പോൾ സിൻസ് 6 months എന്ന് എഴുതും. ഇങ്ങനൊരു കാര്യമേ ഇല്ല, 4-6 months ആണ് എപ്പോഴും കേട്ടോ. ഓക്കെ, അടുത്ത വേറെ ഒരു എക്സാമ്പിൾ. ദ പേഷ്യൻ്റ് ഹാസ് ബീൻ വെയിറ്റിംഗ്. നമ്മൾ ആദ്യം പറഞ്ഞ സിൻസ് ദ മോർണിംഗ് ആണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ദ പേഷ്യൻ്റ് ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ
20 minutes. 20 മിനിറ്റായിട്ട് പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുവാണ് അല്ലേ, ഫോർ 20 minutes. അപ്പോൾ എത്ര നേരത്തേക്കാണ് എൻ്റെ ദൈർഘ്യം എന്തോരമാണ്, ഫോർ 20 minutes അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഹി ഹാസ് ബീൻ എ സ്മോക്കർ സിൻസ് 2000 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഹി ഹാസ് ബീൻ എ സ്മോക്കർ സിൻസ് 2000 സിൻസ് പഠിച്ചപ്പോൾ പറഞ്ഞേ. ഇപ്പോൾ പറയുകയാണ് ഹി ഹാസ് ബീൻ എ സ്മോക്കർ ഫോർ ഇയേഴ്സ് അല്ലേ, വർഷങ്ങളോളം അദ്ദേഹം ഒരു സ്മോക്കറാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം ഒരു സ്മോക്കറാണ്. അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ് 4 വർഷമായിട്ട് അദ്ദേഹം ഒരു സ്മോക്കറാണ്. സോ നമുക്ക് അങ്ങനെ നമുക്ക് ഫോറിനെ ഉപയോഗിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഫോർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും സിൻസിലും ഫോറിലുമില്ല. സെൻറ്റൻസിൽ ഇതിൻ്റെ ധർമ്മം, ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, മലയാളത്തിലുള്ള, നമ്മൾ മലയാളികളായതുകൊണ്ട് അതിൻ്റെ മലയാളത്തിലുള്ള മീനിങ് നമ്മുടെ മനസ്സിലിരിക്കുക, അത്ര തന്നെ. ദർ ഈസ് നത്തിങ് ടു വറി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞത്, ഇതുപോലെ തന്നെ നമുക്ക് ഈ ടൈം സംബന്ധിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡ് കൂടെ ഉണ്ട്. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്, OET സംബന്ധിച്ചിടത്തോളം കേട്ടോ. ദാറ്റ് ഈസ് ഓവർ കേട്ടോ. ഓവർ എന്ന് പറയുന്ന വേർഡാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഈ സിൻസും ഫോറും ഒക്കെ പോലെ തന്നെ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളുടെ ഒക്കെ കൂടെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഒരു ടൈമിനെ സൂചിപ്പിക്കുന്ന, എന്നാൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വാക്കാണ് ഓവർ എന്ന് പറയുന്ന വേർഡ് കേട്ടോ. അപ്പോൾ ഈ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ കഴിഞ്ഞു. അതല്ല, ഇവിടെ ഇതെങ്ങനെ ഒരു ടൈമിനെ സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒന്നെങ്കിൽ ഒരു കണ്ടീഷനിലുണ്ടാകുന്ന ഒരു ചേഞ്ചിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവർ യൂസ് ചെയ്യാൻ പറ്റും. എന്തിനെ പറ്റിയിട്ടാണ്? എന്തെങ്കിലും ഒരു കണ്ടീഷനിലുണ്ടാകുന്ന ഒരു ചേഞ്ച്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാൻ പറ്റും. എന്തെങ്കിലും കണ്ടീഷനിലുണ്ടാകുന്ന ഒരു ചേഞ്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓവർ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഓവറിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു യൂസ് എന്ന് പറയുന്നത്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഈവൻസിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഒരു കാര്യം അല്ലെ 3 തവണ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, അല്ല കഴിഞ്ഞ മാസം 3 തവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഒരു ആക്ഷനാണ്, ഒരു ഈവൻ്റാണ് അല്ലേ. അങ്ങനെ റിപ്പീറ്റഡ് ഈവൻസിനെ പറ്റി കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സിറ്റുവേഷനിലുണ്ടാകുന്ന ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് ഓവർ ഉപയോഗിക്കാൻ പറ്റും. സിറ്റുവേഷനിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ബാക്ക് പെയിൻ ആണ്, അത് 2 ദിവസം കൊണ്ട് അത് ഭയങ്കര മോശമായി അല്ലേ, ഭയങ്കര മോശമായി 2 ദിവസം കൊണ്ട്. അത് സിറ്റുവേഷനിലുണ്ടായ അല്ലെ കണ്ടീഷനിലുണ്ടായ ഒരു ചേഞ്ചാണ് അല്ലേ. അങ്ങനെ കണ്ടീഷനിലുണ്ടായ ഒരു ചേഞ്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓവർ ഉപയോഗിക്കാൻ പറ്റും. അല്ല അവിടെ നമ്മൾ ഓവർ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആവും തോന്നും. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം അല്ലേ. മനസ്സിലായോ? ഒരു കണ്ടീഷനിലുണ്ടാകുന്ന ഒരു ചേഞ്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടോ നമുക്ക് ഓവർ ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ ഇതാണ്. ദ പേഷ്യൻസ് condition has deteriorated over the past 3 months. Okay, the patient's condition has deteriorated over the past 3 months. അവിടെ ആ കണ്ടീഷനിലുണ്ടായ ഒരു ചേഞ്ച് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഓവർ യൂസ് ചെയ്തേക്കുന്നത്. ഇനി അത് എത്ര കാലം കൊണ്ടാണ് എന്ന് പറയുവാണ് അല്ലേ. ആ സിറ്റുവേഷൻ ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് ഓവർ ദ പാസ്റ്റ് 3 months അല്ലേ, 3 മാസം കൊണ്ടാണ് ആ ഒരു കണ്ടീഷനിൽ എന്തുണ്ടായത്, ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ.
The patient's back pain has worsened over the last night. അല്ലെ over the last week. The patient's back pain has worsened. Back pain worsen ആയി over the last week. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് ആ സിറ്റുവേഷനിൽ അല്ല കണ്ടീഷനിൽ എന്തുണ്ടായി, ഒരു ചേഞ്ച് ഉണ്ടായത്. അത് കാണിക്കാൻ വേണ്ടി നമ്മളവിടെ ഓവർ യൂസ് ചെയ്യും. നമ്മളവിടെ 4 കൊണ്ടുവന്നാൽ അത് അത്ര ശരിയാകത്തില്ല, സിൻസ് കൊണ്ടുവന്നാലും ശരിയാകത്തില്ല. കണ്ടീഷനിലൊരു ചേഞ്ച് ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അല്ലെങ്കിൽ എപ്പോഴും നല്ലത് നമ്മൾ അവിടെ ഓവർ തന്നെ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടി വരുമ്പോൾ നിർബന്ധമായി ഈ സിൻസും 4ഉം മാത്രമല്ല ഓവർ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ഒരു സെഷൻ അതിന് പ്രയോജനപ്പെടട്ടെ. ഇനി ഇപ്പം നമ്മൾ കണ്ടീഷനിലുണ്ടായ ചേഞ്ചിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് 2 എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈവൻസിനെ പറ്റിയിട്ട് ഒരു 2 എക്സാമ്പിളോടെ നോക്കാം അല്ലയോ? യെസ്. അടുത്തൊരു എക്സാമ്പിൾ, ദ പേഷ്യൻ്റ് ഹാസ് ട്രൈഡ് ടു ക്വിറ്റ് സ്മോക്കിംഗ്. പേഷ്യൻ്റ് എന്നാ ചെയ്തേ, ഹാസ് ട്രൈഡ് ടു ക്വിറ്റ് സ്മോക്കിംഗ് സെവറൽ ടൈംസ്, ഒരുപാട് തവണ ശ്രമിച്ചു സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ ദ പാസ്റ്റ് 5 years. 5 വർഷം കൊണ്ട് 5 വർഷത്തിനിടയിൽ നിരവധി തവണ സ്മോക്കിംഗ് നിർത്താൻ വേണ്ടിയിട്ട്, അത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. റിപ്പീറ്റ് ചെയ്തേക്കുന്ന എന്താണ്, ഈവൻസ്, പാസ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നതുമായ ഈവൻസ്, അതിനെ കാണിക്കാനാണ് ഇവിടെ ഓവർ യൂസ് ചെയ്തേക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ, ദ പേഷ്യൻ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് സീഷേഴ്സ് ഓൺ 2 occasions ഓവർ ദ പാസ്റ്റ് ഇയർ. ഇപ്പം കഴിഞ്ഞ വർഷം 2 അവസരത്തിൽ സീഷർ ഉണ്ടായി. അതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഈവൻസ് നമ്മളെ കാണിക്കുകയാണ്. ദ പേഷ്യൻ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് സീഷേഴ്സ് ഓൺ 2 occasions അല്ലേ, ഓവർ ദ പാസ്റ്റ് ഇയർ. അപ്പോൾ അത് ഒരു റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു പാസ്റ്റ് ഈവൻറ്റ്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓവർ യൂസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഓവർ കൂടെ സിൻസിൻ്റെയും 4ൻ്റെയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു വലിയ അനിവാര്യതയാണ് കേട്ടോ. ഇനി നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കണ്ടോ, ഓവർ ദ പാസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഓവർ ദ പാസ്റ്റ് ദ കണ്ടോ, അവിടെ എല്ലാം ഈ ദ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അല്ലെ ഫോർ ദ, അങ്ങനെ എല്ലാത്തിനും ശേഷം നമ്മൾ ദ യൂസ് ചെയ്യുന്നുണ്ട്. ദ യൂസ് ചെയ്തിട്ട് ഈ ടൈം പീരീഡൊക്കെ ടൈമൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അതെന്തിനാണ് ഈ ദ യൂസ് ചെയ്യുന്നത്? ഈ ദ യൂസ് ചെയ്യണോ? ഈ ദ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താ അതിൻ്റെ ധർമ്മം? ദ അവിടെ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ പർട്ടിക്കുലർ ടൈം അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ആ ദ എന്ന് പറയുന്ന വേർഡിൻ്റെ ധർമ്മം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഫോർ ദ പാസ്റ്റ് 2 years കേട്ടോ, ഫോർ ദ ലാസ്റ്റ് 3 months. അപ്പം ഇത്തരത്തിൽ ദ യൂസ് നമ്മൾ ചെയ്യണം കേട്ടോ. അവിടെ ആ ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ യൂസ് ചെയ്തിരിക്കുന്നത്. അത് എന്തിനാണെന്നൊക്കെ ആയിരിക്കും നമ്മുടെ സംശയം, അല്ലെങ്കിൽ അത് വേണോ വേണ്ടാത്തതാണോ, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, വെറുതെ ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നതാണോ, ദ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, അതൊക്കെ ആയിരിക്കും. അപ്പോൾ അതാ ഒരു ടൈം പീരീഡ് ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ദ ആ ടൈമിന് മുമ്പ് ഉപയോഗിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ നമുക്ക് അടുത്ത ഒരു എന്നെ സ്ട്രൈക്ക് ചെയ്തേക്കുന്ന അടുത്ത ഒരു സെൻറ്റൻസിലേക്കൊന്ന് പോകാം. ഇതും എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, എങ്കിൽ തന്നെയും അതിനൊന്ന് സ്പെസിഫൈ ചെയ്ത് നമുക്കൊന്ന് ആ സെൻറ്റൻസ് മാത്രമായിട്ടൊന്ന് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ഷീ പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റലും ഷീ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റലും, ഇത് എന്നെ വ്യത്യാസം ഇരിക്കുന്നത്
അല്ല എന്തുകൊണ്ടാണ് ഒരിടത്ത് ഷീ പ്രസൻറ്റഡ് എന്ന് മാത്രവും താഴെ അടുത്ത സെൻറ്റൻസിൽ ഷീ വാസ് അഡ്മിറ്റഡ് എന്നും യൂസ് ചെയ്തത്? അതാ സംശയം അല്ലേ? ഒന്ന് ഷീ പ്രസൻറ്റഡ് എന്ന് പറഞ്ഞു. എന്നാ ഷീ പ്രസൻറ്റഡ് എന്ന് പറഞ്ഞാൽ? രണ്ട്, ഒന്ന് ഷീ വാസ് അഡ്മിറ്റഡ് എന്നും പറഞ്ഞു. ഈ തമ്മിൽ എന്നാ ഡിഫറൻസ് ഇരിക്കുന്നത്? ഒരിടത്ത് ഇപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് പാസീവ് സെൻറ്റൻസാണ്, ആദ്യത്തേത് നേരെ വെറുതെ പാസ്റ്റ് വെർബ് മാത്രം ഉപയോഗിച്ച് സിമ്പിൾ പാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ഉപയോഗിച്ചെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസ് പാസീവ് സെൻറ്റൻസ് ഉപയോഗിച്ചെങ്കിൽ സിമ്പിൾ പാസ്റ്റിൻ്റെ തന്നെ പാസീവ് ഉപയോഗിച്ചേക്കുന്നത് അല്ലേ? അതാ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കഥ കഴിയും. പക്ഷേ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. ഷീ പ്രസൻറ്റഡ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ പാസീവ് ആക്കേണ്ട ഒരു സെൻറ്റൻസ് അല്ല ഷീ പ്രസൻറ്റഡ് എന്നുള്ളത്. അത് ഇപ്പം ആരെങ്കിലും നമ്മൾ ചിലപ്പോൾ സംശയം ചോദിച്ചേക്കാം, ഇനിയിപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്നതാണെങ്കിലോ, ആരുടെയെങ്കിലും കൂടെയാണ് വന്നത്, ആരെങ്കിലും കൊണ്ടുവന്നതാണെങ്കിലോ, അങ്ങനെ കൊണ്ടുവന്നു എന്ന് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ വാസ് ബ്രോട്ട് എന്ന് എഴുതിക്കോളൂ, കുഴപ്പമില്ല. അങ്ങനെ കൊണ്ടുവന്നു എന്ന് സ്പെസിഫൈ ചെയ്യേണ്ടാത്ത എല്ലാ സാഹചര്യത്തിലും ഷീ പ്രസൻറ്റഡ് എന്ന് ഉപയോഗിച്ചോളൂ കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഈ രണ്ടാമത്തെ സെൻറ്റൻസ് പറയുമ്പം ആദ്യത്തെ ഇത്തിരി കൂടി ക്ലിയർ ആകും. രണ്ടാമത്തെ സെൻറ്റൻസ് ഷീ വാസ് അഡ്മിറ്റഡ്. ഈ ഷീ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ പോരെ, ഷീ വാസ് അഡ്മിറ്റഡ് എന്ന് എന്തിനാണ് പറയുന്നത്? ബിക്കോസ് അവിടെ അങ്ങനെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ബിക്കോസ് ഈ അഡ്മിഷൻ എപ്പോഴും ചെയ്യുന്നത്, ഇത്രയും ഓർത്താൽ മതി, ഈ അഡ്മിഷൻ എപ്പോഴും ചെയ്യുന്ന ആരാണ്? അഡ്മിറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മൾ നേഴ്സുമാർ അഡ്മിറ്റ് ചെയ്യത്തില്ല. എപ്പോഴും അഡ്മിഷൻ എഴുതുകയോ അഡ്മിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഡോക്ടറാണ് അല്ലേ? അതെ. അപ്പോൾ ഈ നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ വളരെ ഫോർമലായിട്ടൊരു ലെറ്റർ എഴുതുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്തിനാണ് പാസീവ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സർവീസ് സെക്ടറിൽ പെടുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളെപ്പറ്റി ഒരിക്കലും പറയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാസീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ നടത്തിയിരിക്കുന്ന ആരാണ്? ഡോക്ടറാണ് നടത്തിയിരിക്കുന്നത് അല്ലേ? ഡോക്ടർമാരാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് ഒരു തരത്തിലൊരു പൊങ്ങച്ചം പറയുന്ന പോലെ ആയിപ്പോവും. അത് അല്ലെങ്കിൽ എല്ലാ OET സെൻറ്റൻസിലും അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിങ്ങിലെ സെൻറ്റൻസിലെല്ലാം ഐ ഗേവ് മെഡിക്കേഷൻ, അല്ലെങ്കിൽ ഷീ, അല്ലെങ്കിൽ ഹീ, അല്ലെങ്കിൽ ദ ഡോക്ടർ, അല്ലെങ്കിൽ ദ ഫിസിഷ്യൻ, അങ്ങനെ എല്ലാം പറഞ്ഞ് ആരാ ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാ സെൻറ്റൻസും എഴുതേണ്ടി വരും. അതെപ്പോഴും അത് ഫോർമലല്ല. അപ്പോൾ അത് നമ്മളെ തന്നെ പൊക്കി പറഞ്ഞ് ഒരു പൊങ്ങച്ചം പറയുന്ന രീതിയിലേക്ക് ആ ലെറ്റർ പോകും. വായിക്കുന്നവർക്ക് അത്ര സുഖം കാണത്തില്ല. എപ്പോഴും ഫോർമലായിരിക്കണം, ക്രിസ്പായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ പാസീവ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സർവീസ് സെക്ടറിൽ പെടുന്ന ആളായതുകൊണ്ട് നമ്മളവിടെ പാസീവ് യൂസ് ചെയ്യണം. അപ്പം ഈ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഡോക്ടറാണ് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ പാസീവ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് ഒന്നുകിൽ പേഷ്യൻറ്റിനായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കെയറിനായിരിക്കണം. ഈ രണ്ട് കാര്യമാണ് വായിക്കുന്ന ആൾക്കറിയേണ്ടത്. അത് ആരാ? ഇപ്പോൾ നമ്മൾ പറയണം ഡോക്ടർ തോമസ് അഡ്മിറ്റഡ് ഹെർ എന്ന് വേണം. അല്ലെങ്കിൽ ആ സെൻറ്റൻസ് ഇപ്പോൾ തോമസ് ആണ് അഡ്മിറ്റ് ചെയ്തതെങ്കിൽ ഡോക്ടർ തോമസ് അഡ്മിറ്റഡ് ഹെർ എന്ന് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ഈ ഡോക്ടർ തോമസ് ആരാണ്, എന്താണ് എന്നുള്ളതൊന്നും അടുത്ത നമ്മൾ റെഫർ ചെയ്ത് വിടുന്ന സ്ഥലത്തെ ആൾക്ക് അറിയത്തില്ലായിരിക്കും. അത് നമ്മളങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്തതെന്ന് നമ്മൾ പറയണം. ഇപ്പം നമ്മളവിടെ നമ്മുടെ പ്രിഫറൻസ്, നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നത് നമ്മുടെ പേഷ്യൻറ്റിനാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ പാസീവ് യൂസ് ചെയ്യുന്നത്. അപ്പം ഷീ വാസ് അഡ്മിറ്റഡ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ആരാ അഡ്മിറ്റ് ചെയ്തത്, ആരാ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തതെന്ന് പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രം നമുക്ക് ബൈ യൂസ് ചെയ്തതിന് ശേഷം അവിടെയും നമുക്ക് പ്രാധാന്യം കൊടുക്കരുത്. അവിടെയും ആർക്ക് പ്രാധാന്യം കൊടുക്കരുത്? നമുക്ക് പ്രാധാന്യം കൊടുക്കരുത്.
ഇപ്പോൾ ഡയറ്റീഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സ്കെഡ്യൂൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ എഴുതണം? അപ്പം ഇറ്റ് വാസ് ചേഞ്ച്ഡ് ബൈ ദ ഡയറ്റീഷ്യൻ. നമ്മൾ അങ്ങനെ എഴുതാവും കേട്ടോ. അല്ല എന്താണോ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അത് വാസ് ചേഞ്ച്ഡ് ബൈ ദ ഡയറ്റീഷ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ആരാ ചേഞ്ച് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം റെഫർ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ, പറയേണ്ടതുണ്ട് എങ്കിൽ മാത്രം, പറയേണ്ട ഒരു സാഹചര്യത്തിൽ മാത്രം നമ്മൾ ബൈക്ക് ശേഷം അതാരാണ് എന്നുള്ള തരത്തിൽ ആ ഒരു കാര്യം പറയുക. അത് നമ്മളെ ഒരിക്കലും നമ്മൾ സബ്ജക്റ്റ് ആക്കി ഈ ഫോർമൽ റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം എഴുതി പോരുമ്പോൾ നമ്മൾ എഴുതാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഷീ വാസ് അഡ്മിറ്റഡ് എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. ഇതതിൻ്റെ റീസൺ. അതുകൊണ്ടാണ് നമ്മളവിടെ ഷീ വാസ് അഡ്മിറ്റഡ് എന്ന് പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ സെൻറ്റൻസ് ഷീ പ്രസൻറ്റഡ് എന്ന് പറഞ്ഞത്. അതിനെപ്പോഴും നല്ലത് നമ്മൾ ഇതുപോലെയുള്ള ആക്റ്റീവ് വെർബ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. മറ്റേ നമ്മൾ സബ്ജക്റ്റിന് ശരിക്കും അവിടെ പറഞ്ഞിട്ടില്ല. ഏത് ഡോക്ടറാണെന്നോ ഡോക്ടറാണ് അഡ്മിറ്റ് ചെയ്തതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അവിടെ നമ്മൾ പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് അതിനാണ് കേട്ടോ. അതാണ് ആ സെൻറ്റൻസിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ലാംഗ്വേജ് സംബന്ധിച്ച് ഒരു കുഞ്ഞു കാര്യം കൂടെ നോക്കിയിട്ട് നമ്മുടെ ഈ ലൈവ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഇനി ഈ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള സെൻറ്റൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന സെൻറ്റൻസാണ്. ഒന്നുകിൽ നമുക്ക് റെഗുലറായിട്ടുള്ള സാധാരണയായിട്ടുള്ള വെർബുകൾ ഉപയോഗിക്കാം. V1 എന്ന് പറയുന്ന തരത്തിലുള്ള വെർബുകൾ ഉപയോഗിക്കും. അതായത് ഗോ, റൺ, വാക്ക്, സ്റ്റഡി, ഡിസ്ക്രൈബ്, പ്ലേ, തിങ്ക് അല്ലേ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സാധാരണ V1 ആയിട്ടുള്ള വെർബുകൾ ഉപയോഗിക്കും സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ. ഇനി സബ്ജക്റ്റ് സിംഗിൾ ആണെങ്കിൽ നമ്മൾ സിംഗിൾ ഫോം ഓഫ് വെർബ്, അതായത് SO, ESO, IESO ഒക്കെ ചേർത്തിട്ടുള്ള വെർബുകൾ ഉപയോഗിക്കും. അത്തരത്തിൽ വെർബുകൾ ഉപയോഗിക്കുന്ന ഈ രണ്ട് തരത്തിലും വെർബുകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈസ, ആം, ആറ്, പിന്നെ ഡു, ഡസ്, പിന്നെ ഹാവ്, ഹാസ് ഇത്തരത്തിലുള്ള വെർബുകൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസും സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ഫ്യൂച്ചർ കാണിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്താ ചോദ്യം? സിമ്പിൾ പ്രസൻറ്റ് ഫ്യൂച്ചർ കാണിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, തീർച്ചയായും പറ്റും. എങ്ങനെയൊക്കെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഫ്യൂച്ചർ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം? ഒന്ന്, അതായത് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂളിൻ്റെ ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം, സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഈവൻറ്റോ പറയേണ്ട വരുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെർബുകൾ ഉപയോഗിക്കാൻ പറ്റും. ഈസോ, ആമോ, ആറോ ഉപയോഗിക്കാം, ഡു, ഡസ് ഉപയോഗിക്കാം, ഹാവ്, ഹാസ് ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഗോ, പ്ലേ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള V1 വെർബുകളും ഗോസ്, പ്ലേസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സിംഗിൾ വെർബുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഈവൻറ്റിനെ പറ്റി പറയേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടൈം ടേബിളോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്തേക്കുന്ന ഫ്യൂച്ചർ ഈവൻറ്റ് അതിനെയൊക്കെ പറ്റി പറയേണ്ടി വരുമ്പോൾ നമുക്ക് ഈ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ദ കോൺഫറൻസ് ഒൺലി ലാസ്റ്റ് കഴിഞ്ഞിട്ടൊരു എസ്സോടെ വരും, ലാസ്റ്റ് 3 days. ദ കോൺഫറൻസ് ഒൺലി ലാസ്റ്റ് 3 days. കോൺഫറൻസ് എത്ര ദിവസം ഉണ്ട് എന്നാണ് പറയുന്നത്? അത് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. 3 ദിവസത്തേക്കേ ഉള്ളൂ. കോൺഫറൻസ് തുടങ്ങിയില്ല,
തുടങ്ങാൻ നമ്മളതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ചെല്ലുന്നുള്ളായിരിക്കും, അല്ല അതിന് മുമ്പ് ആയിരിക്കും നിങ്ങൾ അതിനെ നമ്മളെ ക്ഷണിക്കാൻ വിളിച്ചതായിരിക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇറ്റ് ഓൺലി ലാസ്റ്റ് 3 days. അപ്പം അത് നേരെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് അവിടെ ലാസ്റ്റ് എന്ന് കഴിഞ്ഞിട്ട് ഒരു എസ് കൂടെ ചേർത്ത് ഒരു സിംഗിൾ വെർബ് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ പ്രസൻറ്റിൽ ഫ്യൂച്ചറിലെ ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല, പക്ഷേ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആ സെൻറ്റൻസ് നമ്മൾ അവിടെ വില്ലോ ഷാലോ അങ്ങനെ ഫ്യൂച്ചറിനെ കാണിക്കുന്ന തരത്തിലുള്ള അല്ലാതെയുള്ള ഒന്നും ഉപയോഗിക്കാതെ അവിടെ ലാസ് എന്ന് പറയുന്ന ആ സിംഗിൾ വെർബ് ഉപയോഗിച്ച് ആ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. അത് കോൺഫിഡൻസ് എന്നുള്ളത് ഇവിടെ സിംഗിളായത് കൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ, ദ ട്രെയിൻ ലീവ്സ് ദ സ്റ്റേഷൻ അറ്റ് 6 PM. അത് ടൈം ടേബിളിൻ്റെ ഭാഗമാണ്. ദ ട്രെയിൻ ലീവ്സ്, ദ ട്രെയിൻ എന്ന് പറയുന്നത് ഒരെണ്ണമേ ഉള്ളൂ അല്ലേ, അതുകൊണ്ടാണ് ലീവ്സ് എന്ന് പറയുന്നത്. ദ ട്രെയിൻ ലീവ്സ് ദ സ്റ്റേഷൻ അറ്റ് 6 PM. 6 മണിക്ക് പോകും, പോയിട്ടില്ല, പോകും. കണ്ടോ? അപ്പോൾ ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത്. അത് ടൈം ടേബിളിൻ്റെ ഭാഗമാണ്. ട്രെയിൻ വരുന്നതും പോകുന്നതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചേക്കുക, ഏത് സമയത്ത് വരും ഏത് സമയത്ത് പോകുന്നൊക്കെ ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് കൺജങ്ഷന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ പ്രസൻറ്റ് വെർബുകൾ യൂസ് ചെയ്താൽ അതും നമുക്ക് ഫ്യൂച്ചറിനെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വെൻ എന്ന് പറയുന്ന വേർഡ്, പിന്നെ നമുക്ക് ആസ് സൂൺ ആസ്, ആസ് ലോങ് ആസ്, ബിഫോർ, അതുപോലെയൊക്കെയുള്ള ആഫ്റ്റർ, അതുപോലെയൊക്കെയുള്ള അൺടിൽ, ഇതുപോലെയൊക്കെയുള്ള കൺജങ്ഷന് ശേഷം വേർഡുകൾക്ക് ശേഷം നമുക്ക് വെറുതെ പ്രസൻറ്റ് വെർബ് യൂസ് ചെയ്താൽ അത് ഫ്യൂച്ചറിനെ കാണിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ വിൽ ബി ഫീലിംഗ് റിയലി എക്സൈറ്റഡ് വെൻ ഐ ഗെറ്റ് ഹോം, അല്ലെ വെൻ ഐ ഗെറ്റ് ദയർ. ഐ വിൽ ബി റിയലി എക്സൈറ്റഡ്, ശരിക്കും എക്സൈറ്റഡ് ആകും വെൻ ഐ ഗെറ്റ് ദയർ, ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോൾ. കണ്ടോ, അത് ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടി വെൻ ഐ ഗെറ്റ് എന്നാണ് പറഞ്ഞത്. വെൻ ഐ വിൽ ഗെറ്റ് എന്നല്ല പറഞ്ഞത്, വെൻ ഐ ഗെറ്റ് ദയർ എന്നാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെ ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ, ഞാൻ അവിടെ ഇത് കണ്ടോ ഉപയോഗിച്ച കൺജങ്ഷൻ ഏതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിൽ വെൻ, ആസ് സൂൺ ആസ്, ആസ് ലോങ് ആസ്, അതുപോലെ ആഫ്റ്റർ, ബിഫോർ, അണ്ടിൽ തുടങ്ങിയ വേർഡുകൾക്കൊക്കെ ശേഷം നമുക്ക് ഇതുപോലെ വെറുതെ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ഫ്യൂച്ചറിനെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ വേറെ എക്സാമ്പിൾ, ഇപ്പോൾ ഇതുകൊണ്ടോ വെൻ ഐ ഗെറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ വെൻ ഞാൻ അവിടെ യൂസ് ചെയ്തു അല്ലേ. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ്, ക്യാൻ യു ഡു ഇറ്റ് ബിഫോർ വി ഹാവ് ദ മീറ്റിംഗ്. ക്യാൻ യു ഡു ഇറ്റ്, ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഫേവർ ചോദിക്കണം, ക്യാൻ യു ഡു ഇറ്റ് ബിഫോർ വി ഹാവ് ദ മീറ്റിംഗ്. ഹാവ് ഒരു സാധാരണ വെർബാണ്. ഞാൻ പറഞ്ഞല്ലോ ഹാസ്, ഹാവ്, ഡു, ഡസ്, ഈസ്, ആമ, ആറ്, ഇതും സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. ബിഫോർ വി ഹാവ് ദ മീറ്റിംഗ് ഇതുവരെ തുടങ്ങിയില്ല, പക്ഷേ എന്നാലും അത് ഫ്യൂച്ചറിനെ റെഫർ ചെയ്യുന്ന തരത്തിൽ വെർബ് അവിടെ ഉപയോഗിക്കപ്പെട്ടു അല്ലേ. സോ ഇങ്ങനെ ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ലാംഗ്വേജിൻ്റെ ഒരു പാർട്ട് കൂടെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ സോ ഇത്തരത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ OET കെയർ വീഡിയോ സീരീസ് പോകുന്നുണ്ട്, മറക്കാതെ നിങ്ങൾ കാണണം. ഇത്തരത്തിൽ ലാംഗ്വേജിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ OET റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ പരിഹരിക്കാനും ഇതൊരു വേദിയാണ്, ഇതൊരു അവസരമാണ്. ഇതിനെ മാക്സിമം പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് കടപ്പാട് എനിക്ക് നിങ്ങളോടുണ്ട്, അത് ഞാൻ ഇപ്പോൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ
ഓൾവേസ് ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടമാണ്, അതുകൊണ്ട് ഓൾവേസ് മാസ്കുകളൊക്കെ ധരിക്കുക, സാനിറ്റൈസർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. സോ സ്റ്റേ സേഫ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.